ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Avalidambyneethuലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ലഡു ആണ്, കോൺഫ്ലെക്സ് ലഡു. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറയെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുക്കണം, എന്നാലും ഇത് പൊടിച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ബദാം വേണം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര വേണം. ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ വേണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സും പഞ്ചസാരയും കാഷ്യൂ നട്ടും ബദാമും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബദാം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി അടച്ച് വെച്ച് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ആ ജാറിൽ തന്നെ ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് തേങ്ങ പല വലിപ്പത്തിലാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഈ കോൺഫ്ലെക്സ് പൊടിച്ച മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തും എത്തണ പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് വ്യത്യാസം കൂടെ വരും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ പൊടി ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ഉരുളയായിട്ട് പിടിക്കാൻ കഴിയണം, അത്രയും നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തപ്പോൾ എനിക്കിങ്ങനെ ഉരുളയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാ ഉരുളയും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്നും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ലഡു ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ഞാനൊരു ബൗള് കോൺഫ്ലെക്സ് എടുത്തതിൽ ഈ 7 ലഡു ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.